നമസ്കാരം. ഞാൻ ഡോക്ടർ സുനിൽ ദേവപ്രഭ. ഇന്നൊരു ചെറിയ കഥ പറയാം. ഒരു വൃദ്ധൻ ആശുപത്രിയിലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ നേഴ്സിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഓരോ കഥകളിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, എൻ്റെ മകൻ പട്ടാളത്തിലാണ്, ഇപ്പോൾ യുദ്ധമാണ്, യുദ്ധത്തിൽ നിന്ന് എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നു, അവസാനമായിട്ടൊരു നോക്ക് കാണാമായിരുന്നു. അവനാണെങ്കിൽ വിവാഹവും കഴിച്ചിട്ടില്ല, മക്കളുമില്ല, ആരുമില്ല, രാജ്യത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് റിസപ്ഷനിൽ ഒരുപാട് പേര് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരൻ, ക്ഷീണിച്ച് അവശനായ ഒരു പട്ടാളക്കാരൻ ഓടി വന്നു. അപ്പോൾ റിസപ്ഷനിലിരിക്കുന്ന ലേഡി പറഞ്ഞു, ഒരു 10 പേര് ഒഴികെ ബാക്കി എല്ലാവരും ആ കസേരയിലേക്ക് മാറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പട്ടാളക്കാരൻ ആ ഭിത്തിയോട് ചേർന്ന് ഒരു ചാരുകസേരയിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാണുന്ന ഈ പട്ടാളക്കാരനെ ഉടനെ പറഞ്ഞു, വരൂ അകത്ത് വരൂ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഈ വൃദ്ധനോട് പറഞ്ഞു, ഇതാ താങ്കളുടെ മകൻ വന്നിരിക്കുന്നു, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കസേരയിട്ട് ഈ ബെഡിനടുത്ത് വെച്ച് കൊടുത്തിട്ട് പട്ടാളക്കാരനോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ അവിടെ ഇരുന്നു. അപ്പോൾ ഈ കുറേ പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഈ വൃദ്ധൻ പതുക്കെ കണ്ണുകൾ തുറന്നു. പാതി കാഴ്ചയുള്ളൂ ഈ മനുഷ്യന്. അപ്പോൾ പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ മരുന്നിൻ്റെ മയക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മകൻ വന്നപ്പോൾ മകനോട് വിശേഷങ്ങളെല്ലാം പറയുന്നു. ഈ മകനാണെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ ആർദ്രതയും കരുണയും അതുപോലെ അനുകമ്പയും ഒക്കെ ഉള്ള വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞ് സമാശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ഇങ്ങനെ രാവും മുഴുവൻ ഇരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുവരുന്നു, മാറുന്നു, നഴ്സുമാർ അവരുടെ രോഗികൾ വരുന്നു, ഇങ്ങനെയുള്ളതെല്ലാം നടന്നിട്ടും ഇവർ രണ്ടുപേരും മാത്രം ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടേയിരുന്നു, സ്നേഹം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പുലർകാലമായപ്പോൾ വൃദ്ധൻ്റെ കൈകൾ ചലനമറ്റപ്പോൾ പട്ടാളക്കാരന് സംശയം തോന്നി, ഈ വൃദ്ധൻ മരിച്ചു പോയോ, അച്ഛൻ മരിച്ചു പോയോ എന്ന് കൺഫേം ചെയ്യാനായി ഈ നേഴ്സിനെ വിളിച്ചു വരുത്തി. നേഴ്സ് നോക്കി, ടച്ച് ചെയ്ത് നോക്കി, ചെക്ക് ചെയ്തപ്പോൾ മരണം ഉറപ്പാക്കി. ബാക്കിയുള്ള ക്ലീനിങ്ങിനും പരിപാടിക്കൊക്കെ ആയിട്ട് ബോഡി മാറ്റിയപ്പോൾ ഈ പട്ടാളക്കാരൻ ആ നേഴ്സിനോട് ചോദിച്ചു, ഇതാരാണ്, ഈ വ്യക്തി ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ നേഴ്സ് അത്ഭുതത്തോടെ തിരിഞ്ഞ് നോക്കിയിട്ട് ചോദിക്കണം, അപ്പോൾ താങ്കൾ അദ്ദേഹത്തിൻ്റെ മകനല്ലേ എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അയ്യോ, അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് കരുതിയാണ് ഞങ്ങളിവിടെ ഇരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മകൻ പട്ടാളക്കാരനാണ്, ജോലി ഇപ്പോൾ യുദ്ധം നടക്കില്ല, അപ്പോൾ പുറത്താണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താങ്കളെ കണ്ടപ്പോൾ താങ്കൾ മകനാണെന്ന് തെറ്റിദ്ധരിച്ചാൽ കൊണ്ടുവന്ന് സോറി കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, സോറി ഒന്നും പറയണ്ട, അദ്ദേഹത്തിന് ആവശ്യമുള്ള പരിചരണം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്ക് ആത്മാർത്ഥതയുണ്ട്, സന്തോഷമുണ്ട്, ഞാൻ അതീവ ചാരിതാർത്ഥ്യം ഉള്ളവനാണ് എന്ന് പറഞ്ഞു. ഉടനെ ഈ പട്ടാളക്കാരൻ പറയുന്നത്, ഞാൻ വേറൊരാളെ അന്വേഷിച്ചാണ് ഇങ്ങോട്ട് വന്നത്, ഒരു സ്റ്റീവ് ഗ്രേ അന്വേഷിച്ചാണ് വന്നത് എന്ന് പറഞ്ഞു. ഉടനെ ഈ നേഴ്സ് പറഞ്ഞു, സ്റ്റീവ് ഗ്രേ ആണ് ഈ മരിച്ചു കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് സ്റ്റീവ് ഗ്രേ കാണാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അയാളുടെ മകൻ, പട്ടാളക്കാരനായ മകൻ യുദ്ധത്തിൽ മരിച്ച വിവരം അറിയിക്കാനായിട്ടാണ് ഞാൻ എത്തിയത്.